നമുക്കൊരു സഹോദരിയുടെ ഒരു സംശയം കൂടി. അവൾ എഴുതിയിട്ടുള്ളത് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. ഭർത്താവായിട്ട് നല്ല ദീനിയായ കുടുംബം, രണ്ട് കുടുംബം നല്ല ദീനിയായ കുടുംബമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഭർത്താവ് വിദേശത്താണെങ്കിലും ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിലാണുള്ളത്. ഭർത്താവിൻ്റെ കുടുംബവും നല്ല കുടുംബമാണ്. എന്താ വെച്ചാൽ ഇവൾ പറയണത്, എനിക്ക് അവരുമായിട്ട് ഭർത്താവിൻ്റെ ഉമ്മയായിട്ടോ മറ്റുള്ളവരും ഒരു അറ്റാച്ച് ആവാൻ കഴിയുന്നില്ല, മാനസികമായിട്ട് അടുക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇവരോട് വിരോധങ്ങളൊന്നുമില്ല, നല്ല സപ്പോർട്ടാണ്. ജോലിക്ക് പോകുന്നതിന് തടസ്സമല്ല, മറ്റുള്ള കാര്യത്തിന് തടസ്സമല്ല, നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ചിലപ്പോൾ അവർ നേർക്ക് നേരെ ചില കാര്യങ്ങളൊക്കെ പറയും, ഞാനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ അതെടുക്കണം, മറ്റെന്തെങ്കിലും എടുത്തോ, അങ്ങനെ പറയും. പിന്നെ ഞാനെന്തെങ്കിലും ഉണ്ടാക്കി അതിന് നല്ല സപ്പോർട്ട് നല്ലൊരു ഇത് തരാറൊന്നുമില്ല. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിലും പിന്നീട് എനിക്ക് അത് മാറ്റം ഉണ്ടാവും. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും, എന്തായിരുന്നാലും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ, എനിക്ക് നല്ലൊരു ഭർത്താവിനെ പോറ്റി വളർത്തി തന്ന ഉമ്മയാണല്ലോ, എനിക്ക് അവരോട് നല്ല രൂപത്തിലൊക്കെ നിൽക്കണം. സ്വന്തം ഉമ്മ പലപ്പോഴും നല്ല വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഇപ്പോൾ പീസ് റേഡിയോ നമുക്ക് ചോദ്യങ്ങൾ വരാൻ കാരണം അവൾക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പീസ് റേഡിയോ കുറേ കേട്ടു. അപ്പോൾ പീസ് റേഡിയോയിൽ എഴുതി ചോദിച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മുഴുവൻ വായിക്കുന്നില്ല. അവർ അവസാനം ഈ ഒരു സംരംഭം പീസ് റേഡിയോ ഇങ്ങനെ തുടങ്ങി ഞാൻ കേട്ടു, ഒരു നല്ല സംരംഭമാണ്, നിങ്ങൾക്ക് നല്ല പിന്നെ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടായിട്ട് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ. അപ്പോൾ അവർ പറയണത്, എനിക്കൊരു നല്ല വെളിച്ചം കാണിച്ചു തരണം, ഞാൻ എങ്ങനെയാണ് ഇവരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കി, അതായത് മാനസികമായിട്ടൊരു ബന്ധമാണ്, അടുക്കാൻ തോന്നുന്നില്ല, അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഉണ്ടായി കിട്ടണം, അതിനുവേണ്ടി എനിക്ക് വേണ്ടി നല്ലൊരു ഉപദേശം തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഓരോ കാഴ്ചപ്പാടുകളാണ് നമുക്ക് ഒരാളോട് ബന്ധമുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മളിപ്പോൾ ഉമ്മ വാപ്പ എന്നൊക്കെ പറയുമ്പോൾ വാപ്പ ഉമ്മ എന്നുള്ളൊരു ബന്ധമുണ്ടാകും, ഭർത്താവ് തരുമ്പോൾ ഭർത്താവ് എന്നുള്ളൊരു ബന്ധമുണ്ടാകും, ഭാര്യ തരുമ്പോൾ ഭാര്യ എന്നുള്ളൊരു ബന്ധമുണ്ടാകും. ഈ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഈ വികാരങ്ങളൊന്നുമില്ലാത്ത ഒന്നാണത്. അതായത് തികച്ചും ഈ ഭർത്താവ് മാത്രമല്ലേ അവരോട്ടൊരു നേരിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ കടന്നു വന്നതാണ്. ഒരു പക്ഷേ ഉമ്മ ഉണ്ടാവാതിരിക്കാം, ഉമ്മ നല്ല പെരുമാറ്റമാവാം, അല്ലാതിരിക്കാം, ഒക്കെ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ വെച്ചാൽ ഇത്തരം പുറത്തുനിന്നുള്ള ഏത് വ്യക്തിനെയും ഒരു ബന്ധമുണ്ടാക്കാനുള്ള മാർഗം നമ്മൾ അവരുമായി ആശയവിനിമയങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ബസ്സിൽ കയറി, നമ്മൾ തൊട്ടപ്പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്, നമ്മൾ 3 മണിക്കൂർ ബസ്സിലിരുന്നു, നമ്മൾ ഇയാൾ എവിടെയാണ്, ആരാണ്, പേരെന്താണ് ഒന്നും നമ്മൾ ചോദിക്കില്ല വിചാരിച്ചോളി. നമ്മൾ ഈ മുണ്ടാത്ത ഇരുത്തങ്ങ ഇരിക്കും. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോവും. നേരെ കുറച്ച് വെറുതെ ഇരിക്കുമ്പോൾ എന്താണ്, നിങ്ങളേത് സ്റ്റോപ്പിൽ ഇറങ്ങണോ, ഞാൻ പിന്നെ അത് ശരി, നിങ്ങൾ എവിടുന്നാണ് വരണോ, പിന്നെ വർത്താനം തുടങ്ങി. പിന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്താ വിചാരിക്കുക, ഇവർ രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് വിചാരിക്കുക. പിന്നെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്പർ കൊടുത്ത് ഇനി എപ്പോഴാണ് കാണുക, ഇനിയിപ്പോൾ നമ്മളിവിടെ പിരിയാണല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ചായ അടിച്ച് പിരിയുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഒന്ന് തിരിഞ്ഞു നിന്ന് വർത്തമാനം പറയണ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ബിൽഡ് ചെയ്യണതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സഹോദരി ചെയ്യേണ്ടത് എന്താ അറിയോ, ഇപ്പോൾ ഇവർ തമ്മിൽ നടക്കുന്ന സംസാരം എന്ന് പറഞ്ഞാൽ മുറ്റടിച്ചോ, അടിച്ചു, ഭക്ഷണമൊക്കെ ആയോ, ആയി, നിങ്ങൾ ചോറ് കഴിച്ചോ, ഞങ്ങൾ കഴിച്ചു, കുട്ടി കൊടുത്തോ, ഇതൊക്കെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസാണ്. അതെ. ഈ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് ഒരിക്കലും നമ്മൾ തമ്മിലൊരു റിലേഷൻ ഉണ്ടാകണില്ല. അത് നമ്മൾ വിവരം അറിയാൻ വേണ്ടി ഒരു അന്വേഷണം മാത്രമാണ്, മനസ്സിലായി? വേറെ മറിച്ച് നമ്മൾ അടുത്തിരുന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതൊന്നുമല്ലാത്ത സംസാരങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുക. അത് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സംസാരങ്ങളിലൂടെ മാനസികമായ അടുപ്പം ഉണ്ടാകും. അപ്പോൾ അതിനെന്ത് വിഷയമാണ് സംസാരിക്കുക എന്നത് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സംസാരം തുടങ്ങുക. അപ്പോൾ വെറുതെ ചോദിക്കുക, അപ്പോൾ വാപ്പ ജീവിച്ചിരിക്കണം, ഉപ്പൊക്കെ മരിച്ച് ഇപ്പോൾ ഏത് കൊല്ലത്തിലേക്കാറമ്മ, ഒരു ചോദ്യം. ഉപ്പ മരിച്ചൊക്കെ 2015 മരിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് അസുഖമായിട്ട് കിടന്നതായിരുന്നോ, എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? അപ്പോൾ ഇങ്ങനെ എൻ്റെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ക്ലിക്കാവും. അപ്പോൾ പിന്നെ അവർ കഥ പറയാൻ തുടങ്ങും. ഇന്നൊക്കെ ഉപ്പ കല്യാണം കഴിച്ചത് എനിക്ക് 16 വയസ്സാകുമ്പോഴാണ്, അങ്ങനെ പിന്നെ 1ാമത്തെ ഉണ്ടായി, 2ാമത്തെ കുട്ടി അങ്ങനെ ആയി, മനസ്സിലായില്ലേ? അന്നത്തെ കഷ്ടപ്പാട് എന്തായിരുന്നു, ഇവർക്ക് എത്ര പറയാനുണ്ടാവും. അപ്പോൾ ഉപ്പാൻ്റെ മരണം വരെയും മരണശേഷവുമുള്ള കഥകൾ പറയാനുണ്ടായിരിക്കും. അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് എന്തായി, കുറേ കാലങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കുറേ വേദനകൾ ഇവരോട് പറയുമ്പോൾ ആ ഒരു ഷെയറിങ്ങിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നതാണല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സിമ്പതി, ഒരു സ്നേഹം ഈ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും,
അവരുടെ മനസ്സിൽ ബിൽഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നമ്മളറിയാത്ത ഒരു റിലേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണേ, ഇതുവരെ ഇങ്ങനത്തെ ഒരു സംസാരം ഇവർ തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അപ്പോൾ നല്ല ബോധപൂർവം സംസാരങ്ങളിലേക്ക് എന്ത് ചെയ്യുക, കടക്കുക. അത് വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാനസികമായൊരു ബന്ധമുണ്ടാകും. അത് തന്നെയാണ് പരിഹാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ.